യാത്രകളിൽ ചില വ്യത്യസ്തമായ പേരുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അത്തരത്തിൽ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഹോട്ടലിൻ്റെ പേരാണ്. ഹോട്ടൽ മതിയോ മതിയോ. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് ഈ ഹോട്ടൽ മതിയോ മതിയോ ഉള്ളത്. തൊട്ട് സമീപത്തുള്ള മറ്റൊരു കടയുടെ പേരാണ് മുതലാളിയുടെ ബജിക്കട. അപ്പോൾ മുതലാളി എന്താണേലും കടയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഹരി എന്നാണ് ഈ മുതലാളിയുടെ പേരെന്നാണ് അറിഞ്ഞത്. ഒന്ന് പരിചയപ്പെടാം. ഈ ഹരി എന്ന് പറയുന്ന മുതലാളി തന്നെയാണ് തൊട്ടപ്പുറത്ത് മതിയോ മതിയോ എന്ന പേരിൽ ഹോട്ടൽ തുടങ്ങിയത് എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും ഈ വെറൈറ്റി പേരുകളിടുന്ന ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് തന്നെ കാര്യം. ഈ മുതലാളിയുടെ കടയിലെ മുതലാളി ഉണ്ടോ? താങ്കൾ തന്നെയാണ് മുതലാളി. നമസ്കാരം. ഈ ഹോട്ടലിന്റെ പേര് വളരെ വ്യത്യസ്തമാണ്. മുതലാളിയുടെ കട. തൊട്ടപ്പുറത്ത് മതിയോ മതിയോ എന്ന പേരിലൊരു ഹോട്ടലുണ്ട്. അതും താങ്കളുടേതായിരുന്നു മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മതിയോ മതിയോ എന്നൊരു ഹോട്ടലിന് പേരിടാനുള്ള കാരണം എന്താണ്? മതിയോ മതിയോ ഇടാൻ കാരണം ഞാൻ 2005 കട തുടങ്ങുന്നത്. തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിച്ചു എന്താണ് ഒരു കടയ്ക്ക് ഒരു പേര് വേണ്ടേ, അതെന്താണ് ഇതിൻ്റെ. അങ്ങനെ അയച്ചപ്പോൾ നമ്മുടെ വളരെ ചെറുപ്പത്തിലേക്ക് അപ്പുറം നമ്മുടെ ചന്തയിലൊരു കടയുണ്ടായിരുന്നു, ശാരദിച്ച എന്ന് പറയും, ഒരു ഹോട്ടൽ. അപ്പോൾ ഇച്ചയിടയ്ക്കൽ ഉച്ചയ്ക്ക് ഉണ്ണാനൊക്കെ ചില ദിവസങ്ങളൊക്കെ കയറുമ്പോൾ ഇച്ച ഇങ്ങനെ പറയും മോനെ മതിയോ മതിയോ നിങ്ങൾ ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ഇച്ച അങ്ങ് ഓർമ്മ വന്നത്. അത് പിച്ചി പറഞ്ഞ് വാക്കന്നല്ല പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഓട്ടം തന്നെ അതങ്ങ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ചേട്ടാ മതിയോ മതിയോ ഞങ്ങൾ വന്നു പറഞ്ഞു. പിന്നീട് ആ മതിയോ മതിയോ എന്ന് പറഞ്ഞ ഹോട്ടൽ താങ്കളൊരു തമിഴ്നാട് സ്വദേശിക്ക് വിറ്റു. അതെ. അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന ഈ ഹോട്ടൽ തുടങ്ങിയത്. അതെ, തമിഴ്നാട് വിട്ടാൽ ഞാൻ 2006 ആ പയ്യനെ അങ്ങോട്ടിരുന്നത്. താങ്കളുടെ കടയിൽ ജീവനക്കാരനായി വന്ന ആളാണ്? അതെ, കണ്ണൻ, കൊച്ചു പയ്യൻ, 17 വയസ്സുള്ള അടുക്ക വന്നതാണ്. അപ്പം എൻ്റെ ജോലി ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഒരു കുറച്ച് നാൾ പോകാൻ പറ്റുന്ന അവസ്ഥ വന്നപ്പോൾ ഇങ്ങനെ കട തുടങ്ങുന്നേ ഉള്ളൂ. അതുകൂടി വണ്ടി റെഡിയായപ്പോൾ ഞാൻ തിരിച്ച് പയ്യൻ തന്നെ കടയും കൊടുത്തു. ഇപ്പോൾ 2020 മാർച്ച് 8 വരെ ഞാൻ ബസ്സിലായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ വണ്ടിയെ പോയിരിക്കുന്നത്. താങ്കൾ ആ കട വിറ്റെങ്കിലും താങ്കൾക്കൊപ്പം ഉണ്ടായിരുന്ന ജീവനക്കാരൻ ആ കടയുടെ പേര് മാറ്റിയില്ല. മതിയോ മതിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. ഇപ്പോൾ അതന്നെ തുടർന്നു വന്നു, അത് മാറ്റിയില്ല. എന്നോട് ചോദിച്ചു മാറ്റണോ വേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ ഈ കടയ്ക്ക് മുതലാളിയുടെ കട എന്ന് പേരിടാൻ കാരണം നേപ്പാളുകാർ വരുന്നുണ്ട്, പിന്നെ ബംഗാള് അല്ലെങ്കിൽ കൽക്കട്ട ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനത്തുള്ള ആൾക്കാർ ഈ ജോലിക്ക് വന്നപ്പോൾ ഈ കണ്ണൻ എന്ന് പറഞ്ഞ പയ്യന് അവൻ എന്നെ മുതലാളി എന്ന് വിളിക്കും അന്നോട്ട്. അപ്പോൾ അവൻ ഈ മുതലാളി എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഈ മതിയോ മതിയോ ഹോട്ടൽ നടത്തുന്ന ആള് അതന്നെ, അദ്ദേഹം എന്നെ മുതലാളി വിളിച്ചപ്പോൾ ഈ കൂടെ വന്ന ആൾക്കാർക്ക് ഇതെന്താ മുതലാളി എന്ന് പറഞ്ഞാൽ അവർക്കറിയത്തില്ല. ഇവിടുത്തെ നമുക്കൊക്കെ എല്ലാം മുതലാളി എന്ന് പറയുമ്പോൾ ഒരു 3-4 മാലയും ചേനും മോതിരൊക്കെ ഇട്ട ആളാ മുതലാളി എന്നുള്ളതായിരുന്നു. അപ്പം അവർ ഇതാരുടെ പേരാണ് ഈ മുതലാളി, എൻ്റെ പേരാണ് ഈ മുതലാളി. അപ്പം വരുന്നവർ എന്നെ അവരും മുതലാളി മുളന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഇതര സംസ്ഥാനക്കാരുടെ വിചാരം താങ്കളുടെ പേര് മുതലാളി എന്നാണ് പേരെന്ന്, അല്ലാതെ അവിടെയും മുതലാളി എന്ന് പറയും. ഇവിടെ നമുക്ക് മുതലാളി എന്ന് പറയുമ്പം ഒന്നിലൊരു സ്വീകരിച്ചു അവരും കിട്ടും. എൻ്റെ പേര് ഹരി എന്നാണ്. ഇവിടുത്തെ ആൾക്കാർ എന്നെ വിളിക്കും ഹരി എന്നാണ് വിളിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മുതലാളി എന്ന് വിളിക്കും എല്ലാവരും. ഇവിടുത്തെ ആൾക്കാർ ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഈ പേര് വന്നതിന് ശേഷം മുതലാളി എന്ന് വിളിക്കുന്നുണ്ട്. മറ്റൊരു എൻ്റെ ഒരു പേരായിട്ട് കണക്കൂട്ടാണ് അവർ വരുന്നവരെല്ലാം മുതലാളി എന്ന് വിളിക്കുന്നത്. ഈ കട തുടങ്ങിയപ്പോൾ എന്തായാലും ആ വിളിപ്പേര് കടയുടെ പേരങ്ങാക്കി മുതലാളിയുടെ കടയെന്നാക്കി. അപ്പോൾ പിന്നെ ഇപ്പോൾ തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ അടുത്ത പേരിങ്ങനെ അങ്ങാട്ടെന്ന് വെച്ചു, അങ്ങനെ ഇട്ട പേരാ മുതലാളി. എപ്പോഴും പേരിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളായതുകൊണ്ട് ചോദിക്കുകയാണ്, മക്കളുടെ പേരെന്താണ്? എനിക്കൊരു മകനേ ഉള്ളൂ. മകൻ്റെ പേര് തിരുമേനി. തിരുമേനി ഒഫീഷ്യൽ നെയിം അങ്ങനെയാണോ? അത് കൊള്ളാലോ. അതെന്താണ് അങ്ങനെ ഒരു പേരിടാൻ കാരണം? ഒരു സ്ഥാനപ്പേരാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പേരാണ്, അതിനുള്ള കിട്ടുന്നത്. മറ്റെല്ലാം ഒന്നിൽ കൂടുതൽ പേര് ഒത്തിരി പേർക്കുള്ള പേരാണ്. ഒരു പേര് തന്നെ ഒത്തിരി പേർക്കില്ലേ, അങ്ങനെ ഉണ്ടാകല്ലെന്ന് വിചാരിച്ച് ആലോചിച്ചപ്പം ഇതേ ഉള്ളൂ പറ്റിയൊരു പേര്. അതായത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാവണം, ഒരു പേരാവണം, എല്ലാവർക്കും ഉണ്ടാകുന്ന പേരാവാൻ പാടില്ല. അങ്ങനെയാണ് തിരുമേനി എന്നിട്ടല്ലേ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ഹരിച്ചേട്ടൻ എന്താണല്ലോ ഒരു പൊളി വ്യക്തിത്വമാണ്. 2005 സ്വന്തമായി തുടങ്ങിയ ഹോട്ടലിൽ മതിയോ മതിയോ എന്ന് പേരിടുന്നു. പിന്നീട് ആ ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ജീവനക്കാരന് നൽകുന്നു. ഇപ്പോഴും ആ പേര് അങ്ങനെ തന്നെ തുടർന്നു പോകുന്നു. തൊട്ടു സമീപത്തായി അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ഹോട്ടൽ തുടങ്ങുന്നു. മുതലാളിയുടെ കട എന്നാണ് പേരിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും വളരെ വ്യത്യസ്തമാണ്, തിരുമേനി എന്നാണ് മകൻ്റെ പേര്. അപ്പോൾ എന്താണെങ്കിലും എപ്പോഴും പേരിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളാണ് ഹരിച്ചേട്ടൻ. പത്തനംതിട്ട ഇലന്തൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.